ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം സക്സസിന്റെ പര്യായമായി കാണുന്ന അനേകം ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ബിസിനസ്മാനോ, ചിലപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്തുമാകാം. എല്ലാവരെയും പോലെ തന്നെ ഇവരും ജീവിതത്തിൽ പലതരം അഡ്വേഴ്സിറ്റീസിലൂടെ കടന്നുപോയവരാണ്. പല ദിവസങ്ങളും തങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കടന്നു പോകാം. പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും പരാജയങ്ങളും അവരെ തേടിയെത്താം. പക്ഷേ എല്ലാ തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസിനെയും അതിജീവിച്ച് തങ്ങളുടെ മെന്റൽ ടഫ്നെസ് കൊണ്ട് ജീവിത വിജയം കൈവരിച്ചവരാണ് അവർ. മെന്റൽ ടഫ്നെസ് ഉള്ള ഇത്തരം ആളുകളുടെ 7 ക്രൂഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒന്നാമത്തേത്, എബിലിറ്റി ടു ഡിസ്ടാങ്കിൾ ദംസെൽവ്സ് ഫ്രം തിങ്സ് ദേ ക്യാൻ't ഇൻഫ്ലുവൻസ്. എല്ലാവരെയും പോലെ തന്നെ മെന്റലി ടഫ് ആയിട്ടുള്ള ആളുകളും വെറൈറ്റി ഓഫ് തിങ്സിൽ പാഷൻ ഉള്ളവരാണ്. ലൈക്ക് പൊളിറ്റിക്കൽ ന്യൂസ്, ഗ്ലോബൽ വാർമിംഗ് എക്സെട്ര. മെന്റലി ടഫ് ആയിട്ടുള്ള ആളുകൾ ഡെസ്പൈറ്റ് ഓഫ് ദിയർ ഇൻട്രസ്റ്റ് ഇൻ ദീസ് ഇഷ്യൂസ്, തങ്ങൾക്ക് എത്രമാത്രം ഈ കാര്യങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുകയും സാധിക്കാത്തവയെ ഓർത്ത് തല ഉണാക്കുകയും ചെയ്യാത്തവരാണ് ഇവർ. രണ്ടാമത്തെ ട്രൈറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻ ഹാൻഡ്ലിംഗ് അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്സ്. ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പല മനുഷ്യരും തളർന്നു വീഴാറുണ്ട്. മെന്റലി ടഫ് ആയിട്ടുള്ള ആളുകൾ തങ്ങളുടെ പ്ലാനിന് അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും അതുമായി അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർ അതുമായി മെന്റലി അഡ്ജസ്റ്റഡ് ആവും. മൂന്നാമത്തെ പോയിന്റ്, സ്ട്രോങ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും വൈകാരികതയുടെയും ഇൻഫ്ലുവൻസ് എന്താണ് തുടങ്ങിയവയാണ്. മെൻ്റലി സ്ട്രോങ് പീപ്പിൾ ഹൈപ്പർ സെൽഫ് അവെയർ ആണ്. തങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതൊരു സിറ്റുവേഷൻസിനെയും എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നത് ഈ സെൽഫ് അവെയർനെസ്സിൽ നിന്നാണ്. തങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. വി ആർ ഓൾ അവെയർ ഓഫ് അവർ ഗുഡ് ആൻഡ് ബാഡ് ട്രൈറ്റ്സ്. ബട്ട് മെൻ്റലി ടഫ് ആയിട്ടുള്ള ആളുകൾ തങ്ങളുടെ മനസ്സിനെ ശരിക്കും അനലൈസ് ചെയ്യുകയും അഡ്വേഴ്സിറ്റീസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. നാലാമത്തെ പോയിന്റ്, വില്ലിംഗ്നെസ് ടു ഫേസ് അൺസർട്ടൈൻ സർക്കംസ്റ്റൻസസ്. ഉറപ്പില്ലാത്ത പല സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. എല്ലാം തങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നടക്കൂ എന്ന് അവർ കരുതുന്നില്ല. പരാജയങ്ങളെ നേരിടാൻ അവർ തയ്യാറാണ്. ചിലർ ജന്മനാ ഈ കഴിവുള്ളവരാണ്. ജീവിതത്തിലുണ്ടായ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് ഈവൻ ഫിസിക്കൽ ആയിട്ടുള്ള പരാജയങ്ങളെ ഫേസ് ചെയ്ത് അതിനെ തരണം ചെയ്തവരാണ് അവർ. അഞ്ചാമത്തെ പോയിന്റ്, എബിലിറ്റി ടു ബൗൺസ് ബാക്ക് ഫ്രം ഡിസപ്പോയിൻമെന്റ്സ്. ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല ദുഃഖവും നിറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ തരുന്ന ഭാരം നമ്മെ പലപ്പോഴും ഫ്യൂച്ചറിൽ യാതൊരു റിസ്ക്കും ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കില്ല. അത് നമ്മെ തളർത്തിയിടും. മെന്റലി ടഫ് ആയിട്ടുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ദുഃഖ സാഹചര്യങ്ങളെ വലിയ പാഠങ്ങളായി അവർ കരുതുന്നു. സിക്സ്ത് പോയിന്റ്, ഇമോഷണൽ മാസ്റ്ററി. നമുക്കെല്ലാവർക്കും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകും. ഉദാഹരണത്തിന്, നമ്മുടെ ജോലിയിൽ പുവർ പെർഫോമൻസ് റിവ്യൂ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് പുവർ ഗ്രേഡ്സ് കിട്ടിയാൽ നമ്മളിൽ പലരും ഈ ഇമോഷൻസിൻ്റെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. ഡിസ്കറേജ്മെൻറ്റ്, ആങ്കർ, ഫ്രസ്ട്രേഷൻ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ പ്രൊഡക്റ്റീവ് ആക്ഷൻസ് എടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. മെൻ്റലി ടഫ് ആയിട്ടുള്ള ആളുകളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് താരതമ്യേന കൂടുതലാണ്. ഫൈനൽ ട്രൈറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഒപ്റ്റിമിസമാണ്. നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയാൽ പ്രത്യാശ നശിച്ചവരാണ് നമ്മൾ. മെൻ്റലി ടഫ് ആയിട്ടുള്ള ആളുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുമായിരിക്കും. തങ്ങളുടെ എബിലിറ്റീസിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവരാണ് അവർ. ആരും ജന്മന മെൻ്റലി സ്ട്രോങ് ആയി ജനിക്കുന്നവരല്ല. മുകളിൽ പറഞ്ഞ ഈ 7 ട്രൈറ്റ്സും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. When things go wrong, rather than being paralyzed by fear, we can develop the mental resilience we need to perform effectively. Thank you.